വെൽക്കം ടു മൈ മേഘാലയ വ്ളോഗ്. സോ മേഘാലയയിൽ എങ്ങനെ വരാം എന്നുള്ള ചോദ്യം ഒരുപാട് പേർക്കുണ്ടാവും. അതിൻ്റെ ഒരു ആൻസറാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡിലോട്ട് എന്നും ട്രെയിൻ ഉണ്ട്. ഡെയിലി ട്രെയിൻ ഉണ്ട്. സോ ആ ട്രെയിനിൽ നമുക്ക് ഗുവാഹത്തി വരെ വരാൻ പറ്റുന്നതാണ്. അറൗണ്ട് 1500 റുപ്പീസാണ് എനിക്ക് സ്ലീപ്പറിന് വരിക. പക്ഷെ 3 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ആ ട്രെയിനിൽ ഭയങ്കര കുറച്ച് വൃത്തിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും, ഈവൻ ഇഫ് സ്ലീപ്പർ നിങ്ങൾ ബുക്ക് ചെയ്താലും. പക്ഷെ നിങ്ങൾക്ക് വരാൻ അത്രയും പാഷനേറ്റ് ആണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ, കാരണം അത് വേർത്ത് ഇറ്റ് എന്ന് ഞാൻ പറയും. നമ്മൾ മേഘാലയയിൽ ഗുവാഹത്തിയാണ് എത്തുക. ഗുവാഹത്തി ആസാമിലാണുള്ളത്. ആസാമിൽ നിന്ന് നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, കുറച്ച് താഴോട്ടാണ് മേഘാലയ കിടക്കുന്നത്. മേഘാലയ വലിയൊരു സ്റ്റേറ്റ് ഒന്നുമല്ല. ഗുവാഹത്തിയിൽ നിന്ന് നമ്മളൊരു ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ വണ്ടി റെന്റിന് എടുക്കേണ്ടവർക്ക് ഗുവാഹത്തിയിൽ നിന്ന് തന്നെ എടുക്കാം. അങ്ങനെ റെന്റിന് എടുത്തിട്ട് നമുക്ക് ഷില്ലോങ്ങിലോട്ട് വരാം. ഷില്ലോങ്ങിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ചിറാപൂഞ്ചിയിലോട്ട് വരുന്ന വഴി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ തന്നെ പോകണമെന്നൊന്നുമില്ല, കാരണം മേഘാലയ അത്രയും അൺഎക്സ്പ്ലോർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും നമുക്ക് നല്ല നമുക്കിഷ്ടപ്പെടുന്ന പ്ലേസസ് ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ ആരും പറഞ്ഞു തന്നിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഗൂഗിളിൽ ഞങ്ങൾ കണ്ടതേ അല്ല. പക്ഷെ ഞങ്ങൾ റൂം എടുത്ത സ്ഥലത്തുനിന്ന് നടന്ന് വന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയയിൽ വന്ന സ്ഥലമാണ്. പക്ഷെ ഇത് തന്നെ ഇത്ര മനോഹരമാണ്. ഞങ്ങൾ വണ്ടിമ്മ പോകുമ്പോഴൊക്കെ കുറേ നല്ല നല്ല സ്പോട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേർത്ത് ആവുമോ എന്നുള്ള ടെൻഷനേ വേണ്ട. എല്ലാ സ്ഥലവും അടിപൊളിയാണ് നമുക്കിങ്ങനെ കാണാനായിട്ടും വെറുതെ വന്നിരിക്കാനൊക്കെ ആയിട്ട്. സോ ഞാനിപ്പോൾ ഒരു അടിപൊളി സൺസെറ്റ് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ നിങ്ങളും വിറ്റ്നസ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ ബുക്കൊക്കെ വെച്ച് ചെരുപ്പൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ എൻ്റെ ഫോൺ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചിറാപുഞ്ചിയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ എപ്പോഴും മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മഴയുടെ ഒരു വൈബായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ തണുപ്പാവും, മഴ കുറയും. അപ്പോൾ ഒന്നുകൂടി നമ്മളുടെ വാട്ടർഫാൾസൊക്കെ ഒന്നുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ വാട്ടർഫാൾസൊക്കെ നല്ല ഹെവി ആയിരിക്കും, പക്ഷെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിടത്തൊന്നും അത്ര വലിയ ഹെവി അല്ല. പക്ഷെ സാധാരണ മൺസൂൺ സീസണിൽ ഭയങ്കര ഹെവി വാട്ടർഫാൾസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഐ ഡോണ്ട് നോ വാട്ട് ഐ എം സീയിങ്. ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം ഞാൻ ഭയങ്കര ഔട്ട് ഓഫ് ദി വേൾഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് said that ഓൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പം എൻ്റെ വീഡിയോസ് കാണാറുണ്ട്, എൻ്റെ സ്റ്റോറീസ് കാണാറുണ്ട്. സോ എനിക്കപ്പോൾ തോന്നി എൻ്റെ സ്റ്റോറീസ് ഒക്കെ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കണം, എങ്ങനെയാണ് ഒരു സ്ഥലത്തേക്ക് പോകാന്നുള്ളതിന്. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഞാൻ മേഘാലയ എക്സ്പ്ലോർ ചെയ്തതെന്ന് ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. വിവേക് എക്സ്പ്രസ്സിലാണ് ഞാൻ എറണാകുളത്ത് നിന്നും ഗുവാഹത്തിയിലോട്ട് ടിക്കറ്റ് എടുത്തത്. ഈ സൈഡിലോട്ടുള്ള ട്രെയിനുകളിൽ എപ്പോഴും ഭയങ്കര റഷ് ആയിരിക്കും, എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും. സ്ലീപ്പറിൽ പോലും നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ട്രെയിനിൽ 3 ദിവസം ഇരിക്കണം, ഭയങ്കര ചൂടും ഉണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഫ്രഷ് ആയതിനു ശേഷം പുറത്തോട്ട് ഇറങ്ങി ഒരു കേരള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളിപ്പോൾ കയറുന്നത്. 3 ദിവസത്തെ വിശപ്പുള്ളത് കൊണ്ട് തന്നെ നാടൻ ഫുഡ് കഴിച്ച് തുടങ്ങാമെന്ന് കരുതി. നെക്സ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലമാണ് ഷില്ലോങ്ങിലോട്ട് നമുക്ക് ഒന്നുകിൽ ഗുവാഹത്തിയിൽ നിന്ന് വണ്ടി റെന്റിന് എടുക്കാം, അല്ലെങ്കിൽ ഷെയർ ടാക്സിയിൽ പോകാം. ഞങ്ങൾ ഷെയർ ടാക്സിയിലാണ് പോയത്. ഗൈസ്, എ ഹോം ഫാർ ഫ്രം ഹോം. വെൽക്കം ടു യൂത്ത് ഹോസ്റ്റൽ ഷില്ലോങ്, മേഘാലയ. യൂത്ത് ഹോസ്റ്റൽ ഒരു ഹോസ്റ്റലും കൂടിയാണ്. ഈ ഹോസ്റ്റലിൽ ഒരുപാട് പേരുണ്ടാവും. മാത്രമല്ല നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രണ്ട്ലി ആയിരിക്കും. ഇങ്ങനെയുള്ള സ്പേസുകളിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും. യാത്രയിൽ ഒരു കോർ മെമ്മറി നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് കിട്ടും. അങ്ങനെ ഈ ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടാലോ. സേ സംതിങ് ഇൻ ബംഗാളി. আমি তোমাকে ভালোবাসি I love you. എൻ്റെ ലൈഫിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു രാത്രിയായിരുന്നു അത്. കുട്ടികളായിട്ട് കഥ പറഞ്ഞും കളിച്ചും അന്ന് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു.
ഇന്നലെ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. എക്സൈറ്റ്മെൻറ്റോട് ഇന്നലെ രാത്രി ഉറങ്ങാനും പറ്റിയില്ല. ഐ നോ ദാറ്റ് എക്സൈറ്റ്മെൻറ്റ് കിൽസ്. പക്ഷെ ഉറങ്ങാനും പറ്റിയില്ല. ഇന്ന് രാവിലെ 5 മണിക്ക് ഇവർക്ക് യോഗ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോകുമ്പോൾ തന്നെ ഞാനും എണീറ്റു. പിന്നെ 6:30 ആയപ്പോഴത്തേനും പിന്നെ എനിക്ക് കിടക്കാൻ വയ്യ. സോ ഞാനും എണീറ്റു. ഷില്ലോങ്ങിൽ നിന്ന് ചിറാപൂഞ്ചിയിലോട്ടുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെ എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വണ്ടറയിപ്പിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ. എനിക്ക് മേഘാലയയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ സ്കൈ ആണ്. ഈ തുറന്ന് കിടക്കുന്ന ആകാശം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഫ്രീഡം ഫീൽ ചെയ്യും. അങ്ങനെ ഈ യാത്രയിലുടനീളം എനിക്ക് ആ ഒരു ഫ്രീഡം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലങ്ങളാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഒരുപാട് കേവ്സും വാട്ടർഫാൾസും ഒക്കെ ഉള്ള സ്ഥലമാണ് മേഘാലയ. പക്ഷെ ഓരോ വാട്ടർഫാൾസും ഓരോ കേവ്സും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഓരോന്നിലും ഒരു പുതിയ കാര്യം കാണാനായിട്ട് സാധിക്കും. പോയി നോക്കാം. എന്താ ആണോ? അവ കുനിയണോ അല്ലേ? ഓ, ബാഗ് തട്ടും. അജ്ജോ. ഈ കേവ്സിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. പണ്ട് കാലത്ത് കേവിലായിരുന്നു ആളുകൾ താമസിച്ചിരുന്നത് എന്നറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ താമസിച്ചൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏതാ നോക്കണേ? ഹാർട്ട് ഷേപ്ഡ് റോക്ക്. അതിലൂടെ പൈസ ഒക്കെ ഞാൻ എടുത്താല. 20 നോട്ടൊക്കെ കാണുന്നുണ്ട്. 20 നോട്ടാ? 20 നോട്ട്. നമ്മളെവിടെ പോയാലും നമ്മുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഇടണമല്ലോ. അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ വക 1 രൂപ ഇട്ടു. പിന്നെ പറയണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ എന്തായാലും മറന്നില്ല. 1 രൂപയ്ക്ക് 1000 കാര്യങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് മടങ്ങി. നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെ നിന്നാണിത് വരുന്നത്. മിനറൽസ്. ട്രക്ക് ചെയ്തിട്ട് വെള്ളം കിട്ടിയപ്പം സൂപ്പർ. വാവ്. മേഘാലയയിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തതും ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ റൈഡ് ചെയ്തതാണ്. നമ്മളിങ്ങനെ സ്കൈ ഇത്രയും ക്ലിയറിൽ കാണുന്നു. നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടടുത്തൊക്കെ സ്റ്റോപ്പ് ചെയ്ത് എല്ലാ നേച്ചുറൽ ബ്യൂട്ടിയും കണ്ടുകൊണ്ട് പോകുന്ന ഒരു സ്കൂട്ടർ യാത്ര. എല്ലാവരും പോകുന്ന ക്രൗഡഡ് ആയിട്ടുള്ളൊരു വാട്ടർഫാൾസിൽ പോകണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചൊന്ന് നോക്കിയതിന് ശേഷം അധികം ആരും എത്താത്ത ഒരു വാട്ടർഫാൾസ് ആയിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത്. മേഘാലയയിൽ മഴ സീസണിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. പക്ഷെ ഞങ്ങൾ പോയ ആ ഒരു 3 ദിവസവും മഴ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള ദിവസങ്ങളിൽ നല്ല മഴയായിരുന്നു എന്ന് അറിഞ്ഞു. ഓ മൈ ഗോഡ്, ദാറ്റ് ബ്ലൂ വാട്ടർ. Guys, I have no idea. എന്തൊരു സുഖമെന്നറിയോ? നല്ല തണുത്ത നീല കളറുള്ള വെള്ളത്തിൽ ഇങ്ങനെ ഫീലിംഗ് സോ കാം. ലഞ്ച് ഈവനിങ് ആണ് കഴിച്ചത്. ഷില്ലോങ്ങിൽ നിന്നും ചിറാപൂഞ്ചിയിലോട്ട് എത്തുന്നതിലിടക്കുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. പിന്നെ ലോക്കൽസിനോട് അന്വേഷിച്ച് ഒരു റൂമും കണ്ടെത്തി. ടൗണിൽ റൂം എടുക്കാതെ ഒരുപാട് അന്വേഷിച്ച് ഞങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു റൂം കിട്ടി. നസ്രിയ പറയുന്ന പോലെ സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ലെന്ന്. പക്ഷെ നമ്മൾ ലൈഫിൽ ചില സൺസെറ്റ്സ് വളരെ സ്പെഷ്യൽ ആയിരിക്കില്ലേ? അങ്ങനെ ഒരു സൺസെറ്റാണ് ഞാനിപ്പോൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സൺസെറ്റിന്റെ ഒരു വീഡിയോ ക്ലിപ്പും ഞാൻ കട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഐ വോണ്ട് ടു സീ ദിസ് അഗെയിൻ. ഈ വീഡിയോ എപ്പോഴൊക്കെ എടുത്ത് നോക്കുന്നോ അപ്പോഴൊക്കെ എനിക്ക് ഈ സൺസെറ്റ് ഇനിയും കാണണമെന്നുണ്ട്. ഓപ്പൺ സ്പേസിൽ നിന്ന് സൺസെറ്റ് കാണുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അസ്തമിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മളെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറില്ലേ? ഇടയ്ക്കൊക്കെ ഒരു സൺസെറ്റ് നമുക്ക് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലോ? മെറ്റീരിയൽ സൈഡിലുള്ള എന്തൊരു ഗിഫ്റ്റിനെക്കാളും ഏറ്റവും പ്രീഷ്യസ് ആണ് നമ്മുടെ ടൈമും എനർജിയും നമ്മുടെ പ്രസൻസും. അപ്പം അതാരെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നെവർ ടേക്ക് ദാറ്റ് ആസ് ഗ്രാൻഡഡ്. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് സമയം കൊടുക്കുന്ന, അവരുമായിട്ട് സംസാരിക്കുന്ന, അവരെ കേൾക്കുന്ന ആളുകളാണ് എന്നുള്ളത്.
അങ്ങനെ ഈ മനോഹരമായ സൺസെറ്റിനോട് ബൈ പറഞ്ഞ് നാളത്തെ ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇവിടെ നിന്നാൽ ബംഗ്ലാദേശിൻ്റെ വ്യൂ കാണാം. അപ്പോൾ അവൻ എനിക്കിവിടെ നിർത്തി തന്നു വണ്ടി. എന്നിട്ട് കണ്ടോന്ന് പറഞ്ഞു, ഇതൊരു ബിൽഡിംഗ് ആണ്, വർക്ക് നടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. സോ ഐ വിൽ ഷോ യു. ഇന്ന് നമ്മൾ ഡബിൾ ഡക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത്. മേഘാലയയുടെ ഒരു ഐക്കോണിക് സ്പോട്ടാണ് ഡബിൾ ഡക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. മേഘാലയയിലോട്ട് വരുമ്പം ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടൊരു സ്പോട്ടിലോട്ടാണ് ഇന്ന് പോകുന്നത്. ഇപ്പം മേഘാലയയിലെ ഒരു ചായക്കടയിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. ഈ ചായക്കടയിൽ നിന്ന് നമ്മളൊരു ചായയും സ്നാക്കും കൂടെ കഴിച്ചു. ഇന്ന് ഒരുപാട് ദൂരം ട്രക്ക് ചെയ്യണം. പിന്നെ ഇവിടുത്തെ സ്ത്രീകളൊക്കെ ഇടുന്ന വസ്ത്രധാരണ രീതി ഇങ്ങനെയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്, പക്ഷെ നെർവസും ആണ് കേട്ടോ. ഒരുപാട് ദൂരം ട്രക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഈ സാധനം മേടിച്ചത് ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടി താങ്ങേണ്ട അവസ്ഥയായി. ഓക്കെ, 3500 സ്റ്റെപ്പാണ് നമുക്ക് നടക്കാനുള്ളത്. അതിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. ഇനി നമ്മളുടെ ഒരു സ്പോട്ടിലേക്ക് 3 മിനിറ്റ്സും കൂടെ ഉള്ളു നടക്കാൻ. ആ കാണുന്ന സാധനമാണ് നമ്മൾ ഇറങ്ങി വന്നത്. കാല് വിറക്കാൻ തുടങ്ങി. കാലിൻ്റെ മുട്ടിന് താഴെ ഇങ്ങനെ വിറയ്ക്കും നമ്മൾ നടന്നാൽ. ആൻഡ് യു നോ വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് ഇൻ ട്രെക്കിംഗ്? നിങ്ങൾക്ക് അതുവരെ തണുത്ത് വിറച്ചിരുന്ന തണുപ്പുള്ള കാട്ടിൽ നിങ്ങൾക്ക് നല്ല ചൂട് ഫീൽ ചെയ്യും. കാര്യം നിങ്ങൾ വാമായി അത്രയും നടന്നിട്ട് അങ്ങനെ ഒരു ഫീൽ വരും. അതിന് പിന്നെ കാലിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. ടയേർഡ് ഫീലിംഗ് ഇല്ല, പക്ഷെ ഒരു സംതിങ് തളരാൻ പറ്റില്ല. ഇനി ഒരുപാടുണ്ട്. ഇത് മുകളിലേക്ക് നടക്കുന്ന ആലോചിക്കുമ്പോൾ നല്ലത് താഴോട്ട് പോകുന്നതാണ് തോന്നുന്നു. എനിവേ ഗൈസ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് ഫീലിംഗ്? നമ്മൾ ട്രെക്ക് ചെയ്ത് നമ്മൾ കാണാൻ വന്ന സ്ഥലത്തിൻ്റെ വാട്ടർഫാൾസിൻ്റെ സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം. അടുത്തെത്തി. ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നത് ലോങ് റൂട്ട് ബ്രിഡ്ജിലോട്ട് പോകേണ്ട വഴിയിലാണ്. അങ്ങോട്ടാണ് നമ്മളുടെ ഡബിൾ ഡക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഉള്ളത്. സോ ലെറ്റ്സ് ഗോ ഹിയർ. അങ്ങനെ ഞങ്ങൾ ലോങ് റൂട്ട് ബ്രിഡ്ജിലെത്തി. ഇവിടുന്ന് ഒരുപാട് മലയാളികളെ കണ്ടു കേട്ടോ. യാത്രയിൽ കണ്ടുമുട്ടുന്ന ഫ്രണ്ട്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കുറേ അധികം സമയമൊന്നും എടുത്തിട്ടല്ല ഫ്രണ്ട്സ് ആവുന്നത്. കാണുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കും എന്നുള്ളതാണ്. ബിക്കോസ് അത്രയും ഓപ്പൺ ആയിരിക്കും നമ്മുടെ ഹാർട്ട്. പിന്നെ നമ്മൾ അത്രയും വെൽക്കമിങ്ങും ആയിരിക്കും. പുതിയൊരാളെ പരിചയപ്പെടാനും അയാളോട് സംസാരിക്കാനും നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അങ്ങനെ അവിടെ നിന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ നിലത്ത് വീഴും. അപ്പം ഈ ബ്യൂട്ടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മേഘാലയ പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ കുറ്റം പറയും. ബിക്കോസ് അത്രയും അടിപൊളിയാണ് മേഘാലയ. മേഘാലയയുടെ ഈ വൈൽഡസ്റ്റ് ബ്യൂട്ടി ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയായിരുന്നു പച്ചാന്ന്. ബിക്കോസ് എനിക്ക് പച്ച പുല്ലുള്ള സ്ഥലം അതൊക്കെ എനിക്കൊരു സമാധാനം തരുന്നുണ്ടെന്ന് വളരെ ചെറിയ പ്രായത്തിലെ മനസ്സിലായിട്ടുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് നിറയുന്ന ഫീലായിരുന്നു എനിക്ക് ഓരോ സ്റ്റെപ്പ്. ഇത്രയും നേരം നമ്മൾ നടന്നത് ഒരു നടത്തല്ലാതെ മനസ്സിലാവിടുമ്പോൾ ഇനിയാണ് ശരിക്കുള്ള കയറ്റം വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഇറങ്ങിയിരുന്നല്ലോ. ആൻഡ് വരുന്ന വഴിക്ക് ഒരുപാട് ബട്ടർഫ്ലൈസിനെ കണ്ടു, കുറേ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് കണ്ടു, പല തരത്തിലുള്ള ഇലകൾ കണ്ടു. മേഘാലയ ഫോണിൽ കാണുന്നതിനേക്കാളപ്പുറം, നിങ്ങൾ ഈ കണ്ണുകൊണ്ടതിനേക്കാളപ്പുറം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതും കണ്ണുകൊണ്ട് കാണാനുള്ളതും കാതുകൊണ്ട് കേൾക്കാനുള്ളതുമാണ്. സോ നിങ്ങളേത് വന്ന് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഇരുമ്പിൻ പാലങ്ങളും ആറുകളും ഒക്കെ കടന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തുക. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ദൂരം ട്രെക്ക് ചെയ്താലും നമുക്കൊരു മടുപ്പ് വരില്ല. യാത്ര പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടിയ ആളുകളും. അതുകൊണ്ട് തന്നെ അവരെ ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോകരുത്. പപ്പീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മേഘാലയയിൽ നിന്ന് വന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് മേഘാലയയിൽ പോയിരുന്നു. നോക്കുമ്പോൾ അവൻ്റെ സ്റ്റോറിയിലും ഇതേ സെയിം പപ്പി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി, ഡബിൾ ഡക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. അപ്പം ഡബിൾ ഡക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, താഴെ ഒരു പാലം, മുകളിലൊരു പാലം. ആൻഡ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് മരത്തിൻ്റെ വേരുകൊണ്ടാണ്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അതിനേക്കാൾ ഉപരി നമ്മളൊരു 3500 സ്റ്റെപ്സിലധികം ട്രക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പം ഫൈനലി ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ താഴ്ന്ന് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. താഴ്ന്ന് ഞാൻ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, ഭയങ്കര ജിൽജിലായിരുന്നു. കുറേ സംസാരിച്ചു. ഒരു
ഒരു പകുതിയൊക്കെ എത്തിയപ്പോഴത്തേനും ഞാൻ എൻ്റെ സംസാരം നിർത്തി. കാര്യം സംസാരിക്കുമ്പോൾ കൂടുതൽ എനർജി വേസ്റ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്തു. കൂടുതൽ ബ്രീത്ത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ആൻഡ് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഒരു ഭയങ്കര നല്ല ഫീലായിരുന്നു. നമ്മളെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ ഇതുവരെ കഴിച്ച ഫാസ്റ്റ് ഫുഡിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഒന്നും കൂടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള റിയലൈസേഷൻ വന്നു എനിക്ക് ഈ യാത്രയിൽ. ദെൻ ഈ വ്യൂ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ആൻഡ് ഐ വാണ്ട് ഷെയർ മെനി തിങ്സ്, പക്ഷെ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് നടക്കുമ്പം നമ്മളുടെ ഇന്നർ വോയിസ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അത് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അതൊക്കെ നമുക്കിങ്ങനെ ഓർമ്മയിൽ വരും. പിന്നെ നമ്മൾ നടക്കുമ്പം നമുക്കിങ്ങനെ ഫീൽ ചെയ്യും വി ആർ അലൈവ് എന്നുള്ളത്. കാര്യം നമ്മളുടെ ബോഡിയിൽ ഓരോ സെൽസും ഇങ്ങനെ ജമ്പ് ചെയ്യാൻ തുടങ്ങുന്ന പോലെ ഫീൽ ചെയ്യും. നമ്മൾ ഹാർട്ട് ഇങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് പമ്പ് ചെയ്യും. ബ്രീത്ത് നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലോട്ട് എടുക്കാൻ പറ്റും. അതിന് നമ്മളെ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരും. മൈൻഡിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. അങ്ങനെ ഒരു നല്ലൊരു ഫീൽ. എനിക്ക് തോന്നുന്നു നമുക്ക് കുറേ ഗുഡ് ക്വാളിറ്റീസ് യാത്രയിൽ നിന്ന് കിട്ടുന്നു. നമ്മൾ കുറേ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് നമ്മൾ ആ റഷിൽ നിന്നൊക്കെ ഒന്ന് മാറി, നമ്മളുള്ള സെയിം എൻവയോൺമെൻറ്റിൽ നിന്ന് മാറി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. ആൻഡ് എനിക്ക് പറയാനുള്ളത്, ഞാനിങ്ങനെ നടക്കുന്നതിലിടയ്ക്ക് എനിക്കൊരു സ്മെല്ല് കിട്ടി. ഐ ഡോണ്ട് നോ വേർ ദാറ്റ് സ്മെൽ കം ഫ്രം. പക്ഷേ ആ സ്മെല്ല് ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴോ മണത്തിട്ടുള്ളൊരു സ്മെല്ലായിരുന്നു. അപ്പം നമ്മളെപ്പോഴും പറയില്ലേ ദേജാവൂന്ന്, നമുക്ക് മുന്നുണ്ടായ അത് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്മെല്ല് കിട്ടിയെങ്കിൽ പെട്ടെന്ന് ഇത് മുന്നുണ്ടായിട്ടുണ്ടല്ലോ എന്ന് തോന്നി, ദേജാവു ഫീൽ ചെയ്തു. അപ്പം എനിക്ക് നമ്മളിങ്ങനെ ട്രക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വിയേർഡ് തോട്ട്സ് വരും കേട്ടോ. നമുക്ക് ചിലപ്പോൾ പൊട്ടായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഞാൻ ഈ സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര കാര്യമായിട്ട് തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ചിലപ്പം ഇപ്പം എനിക്ക് ആ സ്മെല്ല് കിട്ടിയതാണോ അതോ മുന്നേ എനിക്ക് ഇപ്പം നടക്കുന്നതിൻ്റെ സ്മെല്ല് അന്ന് കിട്ടിയതാണോ? ആ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ. ഐ ഡോണ്ട് നോ യു ഗൈസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിവേസ്, അപ്പം കുറേ ദൂരം നടന്നതിന് ശേഷം നമ്മൾ ഇവിടെ എത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആൻഡ് മോർ ദാൻ ദാറ്റ്, കുറേ കാലം കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് ഈ സമയത്ത് പറഞ്ഞതെന്ന് കേൾക്കാൻ. ഐ മീൻ യു വിൽ നെവർ എന്താ പറയുക ബി ദിസ് ഏജ് അഗെയിൻ എന്ന് പറയില്ലേ, അങ്ങനെയല്ലേ പറയാം എന്തോ. അപ്പം നമ്മൾ ഈ ഏജിൽ ഇനി ഒരിക്കലും ആവില്ലല്ലോ. അപ്പം ഈ ഏജിൽ ഞാൻ എന്തൊക്കെയാ പൊട്ടത്തരാ പറയുന്നത് എനിക്ക് അറിയണമല്ലോ. സോ ദാറ്റ്. പിന്നെ എനിക്ക് എന്തൊക്കെയോ വ്ളോഗിൽ പറയണം. എനിക്ക് എൻ്റെ തോട്ട്സ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഇതൊക്കെ ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഞാൻ ഫുള്ളി ഷെയർ ചെയ്തോന്ന്. ആൻഡ് മോർ ഓവർ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഹൗ മച്ച് പ്രിവിലേജ്ഡ് വി ആർ എന്നുള്ളത്. കാര്യം ഇവിടെയൊക്കെ താമസിക്കുന്ന മനുഷ്യന്മാർക്ക് ഭയങ്കര നിഷ്കളങ്കരാണ്. ഒന്നാമത് അവർക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരു അസുഖം വന്നാൽ അവരെങ്ങനെയായിരിക്കും പോവുക ഇവിടുന്ന്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. നമ്മളെത്ര ലക്കിയാണ് അവിടെ താമസിക്കുന്നതിൽ, നമ്മളുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ എത്രത്തോളം വലുതാണ്. നമുക്കുള്ള ഒരു രോഗം വന്ന ഹോസ്പിറ്റലിലോട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഇങ്ങനെയും ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ള റിയലൈസേഷൻസ് വരും. സോ ദാറ്റ്സ് ദാറ്റ്. ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് പോയാലാണ് റെയിൻബോ വാട്ടർഫാൾ. പിന്നെ ഒന്നും നോക്കിയില്ല, റെയിൻബോ വാട്ടർഫാൾസിലോട്ട് നടക്കാൻ തുടങ്ങി. റെയിൻബോ വാട്ടർഫാൾസിലോട്ട് പോകുന്ന കുറച്ചധികം ട്രിക്കി ആയിരുന്നു. കുറച്ചുകൂടെ ഇരുട്ട് കൂടുതലായിരുന്നു. പോകുന്ന വഴിക്കൊന്നും ആരെയും കാണാനും ഉണ്ടായിരുന്നില്ല. എവിടേക്കോ വെച്ച് ഞാൻ ചോദിച്ചു നമുക്ക് തിരിച്ചു പോയാലോ എന്ന്. നമ്മളൊരു യാത്ര പോകുമ്പം നമ്മളെ കൂടെയുള്ള ആള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യ വഴിയിൽ ഒരുപാട് തവണ ഉപേക്ഷിക്കേണ്ടിയിരുന്ന ഈ ട്രക്കിൽ എന്നെ ബൂസ്റ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ടായിരുന്നു. ചിലപ്പോൾ അടുത്ത ടേണിലാണെങ്കിലോ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇത്രയും അടുത്തെത്തിയിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തു എന്ന് തോന്നണം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ റിമൈൻഡ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ റെയിൻബോ വാട്ടർഫാൾസിലോട്ട് പിന്നെയും നടന്നുകൊണ്ടിരുന്നു. കാടിനകത്ത് നിൽക്കുമ്പം നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങും. നമ്മൾ സിനിമയിലോ സ്വപ്നത്തിലോ മാത്രം കണ്ടിട്ടുള്ള പ്ലേസുകൾ കാണും. നമ്മുടെ ലൈഫിൽ അത്രയും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ മെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈച്ച് ടൈം നമുക്ക് തോന്നിയോണ്ടിരിക്കും. എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ റെയിൻബോ വാട്ടർഫാൾസ് നമുക്ക് കാണാൻ പറ്റുന്ന ദൂരത്തിലെത്തി.
തിരിച്ച് ട്രക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ടാസ്ക്. ബിക്കോസ് നമ്മളുടെ ബോഡി ഓൾറെഡി ടയേർഡായിരിക്കും. ആ ടയേർഡായ ബോഡിയും കൊണ്ട് നമ്മൾ തിരിച്ച് അത്രയും ദൂരം ട്രക്ക് ചെയ്യണം. ഇവിടെ ട്രക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ ഒരു ചെയറിലിരുത്തി കൊണ്ടുപോകാനാണ് ഇവരിയ്ക്കുന്നത്. അതാണ് അവരുടെ ഒരു വരുമാന മാർഗം. തിരിച്ചു വരുമ്പോൾ ഞാൻ ഓർത്തത് അത്രയും ജിയോഗ്രഫിക്കൽ പ്രിവിലേജിനെ പറ്റിയായിരുന്നു. നമ്മൾ ജനിച്ച സ്ഥലം ഒന്ന് മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറി. അങ്ങനെ ദിവസവും നമ്മൾ കൗണ്ട് ചെയ്യാത്ത, നമ്മൾ ഓർക്കാത്ത എത്രയോ പ്രിവിലേജുകൾ നമുക്കുണ്ട്. മേഘാലയയിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് ഡാർജിലിംഗിലോട്ടാണ്. ബർഫി മൂവി കണ്ട കാലം തൊട്ട് തന്നെ ഡാർജിലിംഗ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് ഈ യാത്രന്റെ കൂടെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ ട്രക്കിംഗ് കാരണം എൻ്റെ മസിൽസ് മൊത്തം ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഡാർജിലിംഗിൽ. പേരൻപ് എന്നുള്ള മൂവിയിൽ മമ്മൂട്ടി അവസാനമായിട്ട് എഴുതില്ലേ, വാഴ്ക്കി അൻപാണത് എന്ന്. അതേപോലെയാണ് ഈ യാത്ര അവസാനിക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, നമ്മുടെ ലൈഫ് ഷേപ്പ് ചെയ്യുന്നതിൽ നമ്മൾ കാണുന്ന മനുഷ്യരും നമ്മളുടെ അനുഭവങ്ങളും ഒക്കെ വലിയ ഇൻഫ്ലുവൻസ് വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപോലെയുള്ള ഒരുപാട് പേരെ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന നമ്മളും അവരിൽ ഒരാളാവുള്ളൂ. അവരുടെ ആഗ്രഹങ്ങളായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ, അവരുടെ രുചികളായിരിക്കും നമ്മുടെ രുചികൾ. ആൻഡ് അതൊരു കുറ്റമൊന്നുമല്ല. പലപ്പോഴും നമുക്ക് ഒരുപോലെയുള്ള മനുഷ്യരുടെ കൂടെ മാത്രമേ ജീവിക്കാൻ കംഫർട്ട് തോന്നാറുള്ളൂ. ആ കംഫർട്ട് സോണിൽ നിന്ന് ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങുന്നത് നമ്മൾ നന്നായി ഷേപ്പ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്കിഷ്ടമായി. ബൈ ഓൾ.